സി പി എമ്മിനേക്കാൾ വലിയ വിപ്ലവ പാർട്ടിയാണ് സി പി ഐ. സി പി എം അത് സമ്മതിക്കത്തില്ല. പക്ഷെ സത്യം സി പി ഐ ആണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ പാർട്ടിയില് നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ജില്ലയ്ക്ക് പുറത്തു പോയി പ്രവർത്തിക്കണമെങ്കിൽ പാർട്ടി പാസ്പോർട്ട് വേണം. അതായത് നേതാക്കളും പ്രവർത്തകരും ജില്ലയ്ക്ക് പുറത്തു പോയി പ്രവർത്തിക്കുന്നത് വിലക്കാൻ പാർട്ടി നേതൃത്വത്തിന് അധികാരമുണ്ട്. സാധാരണഗതിയില് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ജില്ലാന്തരം സഞ്ചരിച്ച് വിഭാഗീയ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറുമ്പും കുരുത്തക്കേടും കൂടിയാൽ അവരെ നിയന്ത്രിക്കാം, ജില്ലയ്ക്ക് പുറത്തു പോകുന്നത് തടയാം, വിലക്കാം, ജില്ലയ്ക്കുള്ളിൽ തളച്ചിടുകയും ചെയ്യാം. അതാണ് സി പി ഐയുടെ ഒരു സംഘടനാ രീതി. സി പി ഐയുടെ വനിതാ സംഘടനയായ മഹിളാ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയും 3 തവണ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA-യുമായിരുന്ന ES ബിജിമോളെ അവരുടെ സ്വന്തം ജില്ലയായി ഇടുക്കി വിട്ട് പുറത്തുപോയി പ്രവർത്തനങ്ങൾ നടത്തുന്നത്, പാർട്ടി പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം അത് നടത്തുന്നത് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയിരിക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. അതായത് അവരുടെ പാർട്ടി പാസ്പോർട്ട് തൽക്കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു. ES ബിജിമോളെ ചില്ലറക്കാരിയല്ല. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ അംഗമായിരുന്ന നല്ല ഇരുത്തം വന്ന അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. അല്ലെങ്കിൽ 3 തവണ അവിടെ നിന്ന് MLA ആവില്ലല്ലോ. സംസ്ഥാന കൗൺസിലെ പ്രത്യേക ക്ഷണിതാവുമാണ്. അവരെയാണ് ഈ രീതിയിൽ ശിക്ഷാ നടപടിക്ക് പാർട്ടി വിധേയയാക്കിയിരിക്കുന്നത്. ബിജിമോളുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം, പാർട്ടി കുറ്റം അതീവ ഗുരുതരമാണ്. ഏലപ്പാറ മണ്ഡലം പാർട്ടി സമ്മേളനം ഇപ്പൊ സി പി ഐയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മണ്ഡലം തലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ജില്ല, സെപ്റ്റംബർ ആവുമ്പോഴേക്കും ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനം. അപ്പൊ ഏലപ്പാറ മണ്ഡലം സമ്മേളനം, അവിടെ സമ്മേളനം നടന്നപ്പോ ബിജിമോളുടെ ഭർത്താവായ PK റജിക്ക് മണ്ഡലം സെക്രട്ടറി ആവാൻ ഒരു മോഹം. അതിന് കുറ്റം പറയാൻ പറ്റില്ല. കുറെ കാലമായിട്ട് സജീവമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. മണ്ഡലം സെക്രട്ടറി ആകാൻ ആഗ്രഹിച്ചതിൽ തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ മനസ്സിലെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അവര് ഒരു N ജയനെയാണ് ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് അതായിരുന്നു. പക്ഷെ ഈ സമ്മേളനത്തിന്റെ ചുമതലയുള്ള ES ബിജിമോള് അവരെന്ത് ചെയ്തു? അവരെ ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കുന്നതിന് പകരം സ്വന്തം ഭർത്താവായ റജിക്ക് അനുകൂലമായി കരുനീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് അവരുടെ പേരിൽ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ള ഒരു കുറ്റം. ചേടാ, ഭർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാല്, ഒരു മണ്ഡലം സെക്രട്ടറി സ്ഥാനം കാക്ഷിച്ചാല് അത് ചെയ്തു കൊടുക്കേണ്ട ചുമതല അതിന് അധികാരമുള്ള ഭാര്യയുടേതല്ലയോ? അപ്പോ ES ബിജിമോള് ചെയ്തത് വലിയ തെറ്റാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോ റജി മണ്ഡലം സെക്രട്ടറി ആകുന്നു, പിന്നീട് വളർന്ന് പാർട്ടിയിലെ കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നു. നാളെ ഒരു സമയത്ത് പീരുമേടിൽ നിന്ന് CPI അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുകയില്ല എന്ന് ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ നോക്കുന്നത്. ഭാവിയിലേക്കുള്ള ഒരു നോട്ടം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടായിരിക്കണമല്ലോ. അത് വളരെ സ്വാഭാവികവുമാണല്ലോ. അതിനെല്ലാം ഉപരി ഈ പാർട്ടി പ്രവർത്തനവും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏലപ്പാറ മണ്ഡലം സമ്മേളനവും കഴിഞ്ഞിട്ട് വീട്ടിലോട്ടാണല്ലോ ചെല്ലേണ്ടത് ബിജിമോള്. അവിടെ റജി ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഭർത്താവ് മണ്ഡലം സെക്രട്ടറി ആകാൻ ആഗ്രഹിച്ചപ്പോ ഭാര്യ ഒന്ന് സഹായിച്ചത് വലിയ കുറ്റമായിട്ടോ തെറ്റായിട്ടോ കണക്കാക്കാൻ പറ്റുമോ? അല്പം കുടുംബസ്നേഹം കാണിച്ചെന്നേ ഉള്ളൂ. CPI-ല് അത് അത്ര വലിയ കുറ്റമാണെന്ന് തോന്നുന്നില്ല. കുടുംബസ്നേഹത്തിനും കുടുംബവാഴ്ചയ്ക്കും പിന്തുടർച്ചയായി അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നതിനും CPI-ല് അത്ര വലിയ വിലക്കൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാലവർക്ക് അതൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ആ സാഹചര്യത്തിൽ ബിജിമോള് ഭർത്താവിന് വേണ്ടി അല്പം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവണം. ഉണ്ടോ ഇല്ലയോ, അങ്ങനെ നടന്നോ ഇല്ലയോ, അതൊന്നും നമുക്കറിയാവുന്ന കാര്യമല്ല, പാർട്ടിക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. അത് വളരെ സ്വാഭാവികവുമാണ്. പക്ഷേ പാർട്ടി എന്തെങ്കിലും ഒന്ന് മനസ്സിൽ നിരൂപിച്ചാൽ അത് നടത്തി കൊടുക്കേണ്ട ചുമതല ആർക്കാ? അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാവിനല്ലയോ? അതിവിടെ ES ബിജിമോൾ അല്ലയോ? അവരത് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നില്ലേ? പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കുക, അതാണല്ലോ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരി ചെയ്യേണ്ടത്. അതല്ലയോ പാർട്ടി അച്ചടക്കം, പാർട്ടി കൂറ്? അപ്പോ ഇവിടെ ഭർത്താവിന് വേണ്ടി ഈ ബിജിമോൾ നിന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുരുട്ടുബുദ്ധി കാണിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, പാർട്ടിയുടെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു തെറ്റാ.
ഈ കുടുംബത്തിന്റെ കണ്ണാടിയിലൂടെ അല്ല പാർട്ടി നോക്കുന്നത്. പാർട്ടിക്ക് പാർട്ടിയുടേതായ കണ്ണാടിയുണ്ട്. അപ്പോഴാണ് ഈ പാർട്ടി പാസ്പോർട്ടും മറ്റും അതിന്റെ പ്രസക്തിയും മറ്റും ഉയർന്നു വരുന്നത്. അതിനെന്താ ഇത്ര തെറ്റ്? അങ്ങനെയും ചോദിക്കാം. ശാസന, പരസ്യ ശാസന, സസ്പെൻഷൻ, ചില ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തൽ, തരം താഴ്ത്തൽ. ഇപ്പൊ ചിലപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാളെ ആയിരിക്കും, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളെ ആയിരിക്കും വെറുതെ ബ്രാഞ്ചിലേക്ക് അങ്ങ് തരം താഴ്ത്തുക. അങ്ങനെയുള്ള തരം താഴ്ത്തൽ, പിന്നീട് 5 വർഷത്തേക്ക് അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തൽ, ഏറ്റവും അവസാനം പുറത്താക്കൽ. അതാണ് CPI-യിലെ ഒരു സമ്പ്രദായം എന്നാണ് CPI-യുടെ ഭരണഘടനാ വിദഗ്ധന്മാര് ചൂണ്ടിക്കാട്ടുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞതാ, ഇങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ സാധാരണഗതിയിൽ നടക്കുന്നത്. തരം താഴ്ത്തലാണ് ഏറ്റവും വലിയ ശിക്ഷ. പിരിച്ചുവിടലിലേക്ക് അല്ലെങ്കിൽ പുറത്താക്കലിലേക്ക് പോകാറില്ല. ചിലപ്പോൾ സസ്പെൻഷനിൽ ഒതുക്കും. ഇവിടെ ഇതാ ഒരു പുതിയ ശിക്ഷാവിധി നടപ്പിൽ വന്നിരിക്കുകയാണ്. പാസ്പോർട്ട് റദ്ദാക്കുക, പാർട്ടി പാസ്പോർട്ട് റദ്ദാക്കുക, ജില്ലയ്ക്ക് പുറത്തു പോകുന്നത് വിലക്കുക അല്ലെങ്കിൽ തടയുക, ജില്ലയ്ക്കുള്ളിൽ തളച്ചിടുക. അതാണിപ്പോൾ ഇടുക്കി ജില്ലയിലെ ബിജിമോളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ അന്തർജില്ലാ സഞ്ചാര വിലക്ക് എത്ര കാലത്തേക്കാണ് ഈ ബിജിമോൾക്കെതിരായിട്ടുള്ള ശിക്ഷ? ഇത് എത്ര കാലത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാവും എന്ന് വ്യക്തമല്ല. സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അതിനുമുമ്പ് പാസ്പോർട്ട് പുതുക്കി കൊടുക്കുന്നില്ലെങ്കിൽ, പാർട്ടി പാസ്പോർട്ട് അത് പുതുക്കി കൊടുക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ ബിജിമോൾക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരും. ബിജിമോളെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്നാണ് ബിനോയ് വിശ്വവും കൂട്ടരും ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് സംസ്ഥാന നേതൃത്വം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിയുന്നതുവരെ പാസ്പോർട്ട് പുതുക്കി കൊടുക്കരുത്. ഈ സംസ്ഥാന നേതൃത്വം കെ ഇസ്മായിലിന്റെ കാര്യത്തിൽ ആ ഒരു അടവായി എടുത്തത്. സസ്പെൻഡ് ചെയ്തു. അതിന്റെ കാലാവധി ഏതാണ്ട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടേ തീരത്തുള്ളൂ. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനോ അതിനു മുമ്പുള്ള ജില്ലാ സമ്മേളനങ്ങളിലോ മറ്റ് സമ്മേളനങ്ങളിലോ പങ്കെടുക്കാൻ കെ ഇസ്മായിലിന് സാധിക്കത്തില്ല. ആ ഒരു അടവ് ബിജിമോളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അവരെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റും. ചിലപ്പോൾ ഈ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവും. ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞല്ലോ, CPI-യുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞാണ് സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം. ഇതിനിടയ്ക്ക് പാർട്ടിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അത്ഭുതകരമാകാം. CPI-യിൽ ഇതൊക്കെ അത്ര പതിവില്ലാത്തതാണ്. കാരണം അച്ചടക്കം നടപ്പാക്കാൻ കഴിവുള്ള സെക്രട്ടറിമാരാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ആ കഴിവില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ പതിവില്ലാത്തതാണല്ലോ, ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലോ എന്നങ്ങ് ചിന്തിച്ചു പോവുകയാ. ഇപ്പൊ എന്താ കേട്ടത്? എറണാകുളം ജില്ലയിൽ നിന്ന്, എറണാകുളം ജില്ലയിലെ 2 പ്രമുഖരായ നേതാക്കൾ അവർ തമ്മിലുണ്ടായ ഒരു രഹസ്യ സംഭാഷണം. അതിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ബിനോയ് വിശ്വമാണ്, സംസ്ഥാന സെക്രട്ടറി. അത് ഞാൻ ഈ പണിക്ക് കൊള്ളത്തില്ലെന്നും സംസ്ഥാന സമ്മേളനം ആകുമ്പോഴത്തേക്ക് ഒരു പുതിയ സെക്രട്ടറിയെ നമ്മൾ കണ്ടെത്തേണ്ടി വരും എന്നും ജില്ലയിലെ 2 പ്രമുഖ നേതാക്കൾ പറയുക. അത് മാത്രമല്ല, ഒരു പുതിയ സെക്രട്ടറിയെ അവർ കണ്ടെത്തുന്നുമുണ്ട്. ഇപ്പോൾ രാജ്യസഭാംഗമായ P. സന്തോഷ് കുമാർ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ നന്നായിരിക്കും എന്നാണ് ഈ ശബ്ദരേഖയിൽ പറയുന്നത്. ഈ നേതാക്കൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളതല്ല പ്രശ്നം, അതിന്റെ ശബ്ദരേഖ പുറത്തു വന്നു എന്നുള്ളതാണ്. മനോരമ ന്യൂസിലൂടെ അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടു. കേരളത്തിലെന്നല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് മനസ്സിലാക്കി. ഈ ശബ്ദരേഖയിലെ കഥാപാത്രങ്ങള് അത്ര ചില്ലറക്കാരൊന്നുമല്ല. CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, മൂന്നാമതൊരാളും കൂടെ ഉണ്ട്. ഇതിനിടയ്ക്ക് കമല സദാനന്ദൻ ബിനോയ് വിശ്വത്തിന്റെ സഹോദരി ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ബിനോയ് വിശ്വം നാണം കെട്ട് സംസ്ഥാന സമ്മേളനം ആകുമ്പോഴേക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമെന്ന് ഈ ശബ്ദരേഖയിൽ പ്രത്യക്ഷപ്പെടുന്ന, ശബ്ദം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു മൂന്നാമനും പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ വൈറലായിട്ട് മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ CPI പ്രവർത്തകർക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാനം രാജേന്ദ്രൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹവും K. ഇസ്മായിലും തമ്മിൽ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 ഗ്രൂപ്പായിരുന്നു, ശക്തമായ ചേരിതിരിവ് ഉണ്ടായിരുന്നു. അവസാനം K. ഇസ്മായിലിനെ ഒതുക്കി. കാനം രാജേന്ദ്രൻ വളരെ നൈസായിട്ട് അദ്ദേഹത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. പിന്നീട് ബിനോയ് വിശ്വം വന്നപ്പോഴും ഇസ്മായിലിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം നിശബ്ദനുമാണ്. സസ്പെൻഷനിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ പാർട്ടിക്കാരുമായി ബന്ധപ്പെടാനോ ഉള്ള സ്വാതന്ത്ര്യമോ സൗകര്യമോ ഇല്ല. അദ്ദേഹം നിശബ്ദനായിട്ട് നിൽക്കുന്നു. പിന്നെ ഉള്ളത് K. പ്രകാശ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ബിനോയ് വിശ്വത്തിന് പകരം സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ
സാധ്യതയുള്ള ഒരാളായിരുന്നു. പക്ഷേ ബിനോയിയാണ് വന്നത്. അതിനെ തുടർന്ന് പുതിയ സംവിധാനവും പ്രകാശ് ബാബുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. അദ്ദേഹം അല്പം അകന്നു നിൽക്കുകയാണ്. മാത്രമല്ല വിഭാഗീയ പ്രവർത്തനങ്ങളിലോ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അത്ര സജീവവുമല്ല. പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ? ഇപ്പോഴീ കമലാ സദാനന്ദന്റെയും ദിനകരന്റെയും സംഭാഷണം ശബ്ദരേഖയായിട്ട് ഇറങ്ങിയല്ലോ. അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? അതാണിപ്പോ CPI കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്ക് പാർട്ടി സെക്രട്ടറിക്ക് എതിരായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ആരംഭിച്ച ഒരു കരുനീക്കമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് ബിനോയ് വിശ്വത്തിനോട് ഒരു അസംതൃപ്തിയാണ് ഇതിന്റെ പിന്നിലെന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? അതോ പണ്ട് കാനൻ രാജേന്ദ്രനൊപ്പം നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരായിട്ട് തിരിയുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ? കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടുകൂടി KE ഇസ്മായിലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട പലരും ഔദ്യോഗിക വിഭാഗവുമായിട്ട് അടുത്തിരുന്നു. അവരൊക്കെ വീണ്ടും റിബലുകളുടെ വേഷം കെട്ടുകയാണോ? ഇതൊക്കെ ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കമലാ സദാനന്ദനും ദിനകരനും എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയത്തില്ല. അതാണ് ബിനോയ് വിശ്വത്തിന്റെ ഒരു ന്യായീകരണം. അദ്ദേഹത്തിന് അറിയാവുന്ന കമലാ സദാനന്ദനും ദിനകരനും. ഇനി ഇവരുടെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് അറിയാത്ത ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന കാര്യവും സംശയാസ്പദമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ വസ്തുത ഉണ്ടാവാനാണ് സാധ്യത. ബിനോയ് വിശ്വത്തിനുള്ള ശത്രുത കൊണ്ടോ എതിർപ്പ് കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ ഒന്നും പറയുന്നതായിരിക്കില്ല. ചില അച്ഛനമ്മമാരുണ്ട്, അവരുടെ മക്കളെ കുറിച്ച് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയും. അവനൊരു കഴകത്തില്ല, അവനൊരു മൊണ്ണയാണ് എന്നൊക്കെ പറയും. അത് അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല, ഒരു കൺസേൺ അല്ലെങ്കിൽ ആ കൺസേണിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹക്കൂടുതൽ. അതുകൊണ്ടാണ് ചില അച്ഛനമ്മമാര് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചില മക്കളെ കുറിച്ച്. വേണമെങ്കിൽ അതുപോലെ ഇതിനെയും കാണാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇനി ജില്ലാ സമ്മേളനങ്ങൾ, പിന്നീട് സംസ്ഥാന സമ്മേളനം, ആ ഒരു സമയമാകുമ്പോഴേക്ക് ഈ പാർട്ടിയിലെ പുതിയ എന്തെങ്കിലും ഉൾപ്പിരിവുകൾ ഉണ്ടോ, പാർട്ടിയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. ഇതേപ്പറ്റി CPI ഒരു പ്രധാന നേതാവിനോട് സംസാരിച്ചു. താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളാ, അങ്ങനെ ഉയർന്ന പദവികളിലെത്തിയ ഒരു നേതാവാ. അദ്ദേഹം പറഞ്ഞത് CPI നിലവിലിരിക്കുന്ന ഡൈ ഹാർനസ് ആണ് ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം, അതായത് ആശ്രിത നിയമനം.